ഭരണം മാറുമ്പോൾ കുഴപ്പത്തിലാകുന്ന ചിലരൊക്കെ ഉണ്ട്. അതിലൊരാളാണ് റാപ്പർ വേടൻ. ഇപ്പോൾ റാപ്പർ വേടനെ കുറിച്ചുള്ള ഒരു വാർത്ത പുറത്തുവരികയാണ്. റാപ്പർ വേടന്റെ പക്കൽ നിന്ന് പിടിച്ചെടുത്തത് യഥാർത്ഥ പുലിപ്പല്ല് എന്ന സ്ഥിരീകരണം വരുന്നു. കൊൽക്കത്തയിലെ സുവോളജി ലാബിൽ നടന്ന പരിശോധനയിലാണ് ഇത് പുലിപ്പല്ലാണ് എന്ന് സ്ഥിരീകരിച്ചത്. കേസിൽ വനംവകുപ്പ് ഉടൻ കുറ്റപത്രം നൽകും. വേടൻ ധരിച്ചിരുന്നത് പുലിപ്പല്ല് തന്നെയെന്ന് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായിരുന്നു. അത് സ്ഥിരീകരിക്കാനാണ് സുവോളജി ലാബിലേക്ക് അയച്ചത്. കഴിഞ്ഞ വർഷം ഏപ്രിലാണ്, ഏകദേശം ഒരു വർഷമായി, ഏപ്രിലാണ് വേടന്റെ തൃപ്പൂണിത്തുറയിലെ ഫ്ളാറ്റിൽ വനംവകുപ്പ് പരിശോധന നടത്തുന്നതും അന്ന് വേടനടക്കം 9 പേരെ 6 ഗ്രാം കഞ്ചാവുമായി പോലീസ് അറസ്റ്റ് ചെയ്തതും. അതിനിടെയാണ് വേടൻ ധരിച്ചിരുന്ന പുലിപ്പല്ല് കെട്ടിയ മാല പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇക്കാര്യം പോലീസ് വനം വകുപ്പിനെ അറിയിച്ചു. 2022 ചെന്നൈയിൽ നടത്തിയ ഷോയ്ക്കിടെ രഞ്ജിത്ത് എന്ന ശ്രീലങ്കൻ വംശജനായ ആരാധകനാണ് തനിക്ക് പുലിപ്പല്ല് സമ്മാനിച്ചത് എന്നാണ് വേടൻ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുള്ളത്. രഞ്ജിത്തുമായി സമൂഹ മാധ്യമം വഴിയാണ് വേടന് ബന്ധം. ശ്രീലങ്കൻ വംശജനായ ഇയാൾ പിന്നീട് UK-യിലേക്കോ ഫ്രാൻസിലേക്കോ കുടിയേറിയതാണ് എന്നാണ് വിവരം. കാട്ടുമൃഗങ്ങളുടെ നഖം, പല്ല്, കൊമ്പ്, തുകൽ എന്നിവ കൈവശം വയ്ക്കുന്നത് ഗുരുതര കുറ്റകൃത്യമാണ്. ഇത് വിൽപ്പന നടത്തുന്നതും പരസ്യമായി പ്രദർശിപ്പിക്കുന്നതും ഇതിൽ ഉൾപ്പെടും. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം 3 വർഷത്തോളം തടവ് ശിക്ഷ ലഭിക്കാവുന്ന നിയമലംഘനമാണിത്. പെരുമ്പാവൂർ കോടതിയിലാകും വനംവകുപ്പ് കുറ്റപത്രം സമർപ്പിക്കുക. പരിശോധനാ ഫലം അനുകൂലമായ സാഹചര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ഉടൻ റിപ്പോർട്ട് നൽകും. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഏപ്രിലിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ റാപ്പർ വേടനെ അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് അദ്ദേഹത്തെ പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കി. താൻ ധരിച്ചിരുന്നത് യഥാർത്ഥ പുലിപ്പല്ലാണ് എന്ന് അറിയില്ലായിരുന്നു എന്നാണ് അദ്ദേഹം കോടതിയെ അറിയിച്ചത്. മറ്റാരോ തനിക്ക് സമ്മാനമായി നൽകിയതാണെന്നും ഗായകൻ വാദിച്ചിരുന്നു. കേസിന്റെ വിചാരണ നടപടികളുമായി പൂർണ്ണമായും സഹകരിക്കാമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇതേ തുടർന്ന് അന്ന് കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ ഗായകനെതിരെ പ്രഥമ ദൃഷ്ട്യാ കുറ്റമൊന്നും കണ്ടെത്താനായിട്ടില്ല എന്ന് കോടതി വിലയിരുത്തി. പല്ലിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം ഔദ്യോഗികമായി ലഭിക്കേണ്ടതുണ്ട് എന്ന് ഉദ്യോഗസ്ഥർ കോടതിയെ അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്തെ പ്രധാന കേന്ദ്രമായ കൊൽക്കത്തയിലെ സുവോളജി ലാബിലേക്ക് സാമ്പിളുകൾ അയച്ചത്. നിലവിൽ ലാബ് റിപ്പോർട്ട് വേടന കനത്ത തിരിച്ചടിയാകും. ജാമ്യത്തിൽ കഴിയുന്ന ഗായകനെതിരെ നിയമ നടപടികൾ ശക്തമാക്കാനാണ് ഉദ്യോഗസ്ഥരുടെ നീക്കം. സംഗീത ആൽബങ്ങളിലും പൊതുപരിപാടികളിലും പങ്കെടുക്കുമ്പോൾ ഗായകൻ കഴുത്തിലണിഞ്ഞ മാല വലിയ ചർച്ചയായിരുന്നു. ഇത് യഥാർത്ഥ പുലിപ്പല്ലാണ് എന്ന സംശയം ഉയർന്നതോടെയാണ് നടപടി. വിശദമായ പരിശോധന നടത്തണമെന്ന് പൊതുസമൂഹത്തിലും ആവശ്യം ഉയർന്നു. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു വനംവകുപ്പിന്റെ പെട്ടെന്നുള്ള ഇടപെടൽ. പരാതി ലഭിച്ചതിന് പിന്നാലെ ഉദ്യോഗസ്ഥർ വേടനെ നേരിട്ട് ചോദ്യം ചെയ്തു. അന്ന് തന്നെ മാലയും ലോക്കറ്റും കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. എന്നാൽ വിവാദമായ പുലിപ്പല്ല് നൽകിയ വ്യക്തിയെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഗായകൻ ഇത് എവിടെ നിന്നാണ് ലഭിച്ചത് എന്നതിനെതിരെ പരിശോധന നടക്കുകയാണ്. മൃഗങ്ങളെ വേട്ടയാടുന്നവരോ വന്യജീവി കള്ളക്കടത്ത് സംഘങ്ങളോ ഇതിന് പിന്നിലുണ്ടോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. പല്ല് പണം കൊടുത്തു വാങ്ങിയതാണോ അതോ സമ്മാനമായി കിട്ടിയതാണോ എന്ന കാര്യത്തിലും വ്യക്തത വരുത്തണം. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ ഊർജിതമായി തുടരുകയാണ്. യുവജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള കലാകാരനാണ് വേടൻ. അതിനാൽ സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്ന കുറ്റകൃത്യങ്ങളിൽ മാതൃകാപരമായ നടപടി വേണം എന്നാണ് ഉദ്യോഗസ്ഥരുടെ സംയുക്ത നിലപാട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.